തിരുവനന്തപുരത്ത് ആ പോലീസുകാരന് കിട്ടിയ അടിയുണ്ടല്ലോ, അത് സത്യത്തിൽ ആ പോലീസുകാരന് കിട്ടിയ അടിയല്ല. അത് ശരിക്കും പാർട്ടിക്കുള്ളിലുള്ള സഖാക്കന്മാർക്ക് തന്നെ ആഭ്യന്തര വകുപ്പിനോടും പിണറായിയോടും പറയാനുള്ള മറുപടിയാണ്. കാരണം ഇതിൻ്റെ സോഷ്യൽ മീഡിയ പേജൊക്കെ എടുത്ത് നോക്കി നമുക്ക് ഭയങ്കര കോമഡിയാവും. ഇതിനുള്ള എസ് എഫ് ഐക്കാർക്ക് ഇതൊക്കെ പറ്റുള്ളൂ, അതിനുള്ള ചങ്കൂറ്റ എസ് എഫ് ഐക്കാർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരിത് വല്ല പാർട്ടി ക്ലാസ്സിലും പോയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ചങ്കൂറ്റം പാർട്ടി ക്ലാസ്സിലോ ഇവരെ പാർട്ടി വേദികളോ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥകൾക്ക് അത് വരില്ലല്ലോ. ഞാനൊരു പ്രോ എസ് എഫ് ഐക്കാരോട് ഇതിനെ പറ്റി ചോദിച്ചു. അപ്പോൾ കോമഡി ജോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ സംഭവം. അപ്പം പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെയാണ്, ശക്തമായി പ്രതികരിക്കും, ഞങ്ങളെ തെരുവിലിട്ട് തന്നെ ഇപ്പം ഞങ്ങൾ കൈകാര്യം ചെയ്യും, തെമ്മാടിത്തരൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പോലീസിനെതിരെ ഭയങ്കര വിമർശനം. പറഞ്ഞു ഇനി ഭരണം നിങ്ങളെ കയ്യിലല്ലേ, ആഭ്യന്തരം നിങ്ങളെ കയ്യിലല്ലേ, പിന്നെ അപ്പോൾ ഇത് രണ്ടും മോശമാണെന്നങ്ങനെ അല്ല. ഭരണം അടിപൊളിയാണ്. പിണറായി സഖാവ് ഇരട്ടച്ചങ്കനാണ്, എല്ലാത്തിനും നിയന്ത്രിച്ച് നിർത്തുന്ന ആളാണ്, കപ്പിത്താനാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിങ് അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ, പോലീസിങ് പോലെ പോലീസിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, പക്ഷെ ഭരണം അടിപൊളിയാണ്, പിണറായി അടിപൊളിയാണ്. എനിക്ക് മനസ്സിലാവണം ഈ ഭരണത്തിൻ്റെ കീഴിൽ തന്നെയല്ലേ ഈ പോലീസിങ്ങും ആഭ്യന്തര വകുപ്പൊക്കെ വരുന്നത്. സത്യത്തിൽ ഇവർ പറയാതെ പറഞ്ഞ എന്താ അറിയോ, 5 കായ്ക്ക് കൊള്ളാത്ത ആഭ്യന്തരമാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് മറ്റേ അൻവർ ഇറങ്ങിപ്പോയതും അതുപോലെ തൃശ്ശൂരിൽ പൂരം കളിക്കേണ്ട സംഭവമൊക്കെ വളരെ ബന്ധപ്പെട്ടതൊക്കെ. ഇവർക്കിത് ഇങ്ങനെ ഉള്ളിലിങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ്. ഇത് പാർട്ടി ക്ലാസ്സിലൊക്കെ പറയാനും വയ്യ. ഇപ്പോൾ പിണറായിക്ക് എതിരാകുമല്ലോ. സത്യത്തിൽ പിന്നെ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഇവിടെ പാർട്ടിക്കുള്ളിൽ. പിണറായി തമ്പൻ പറഞ്ഞത് അതേപോലെ അനുസരിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്.